Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 22 ബുധനാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിൻ ഭരണകൂടത്തോടുള്ള കൂറ് പ്രഖ്യാപിക്കാൻ ആരംഭിച്ച വല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 24 മണിക്കൂറിനുള്ളിൽ 2 ലക്ഷത്തിലധികം പേർ ഒപ്പിട്ടു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമായി ഭരണകൂടം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് സ്വദേശികളും പ്രവാസികളും ഒരേപോലെ അണിനിരക്കുന്നത്. മലയാളം ഉൾപ്പെടെ 38 ഭാഷകളിൽ ലഭ്യമായ tayush.com എന്ന വെബ്സൈറ്റ് വഴി ആർക്കും ഈ ഐക്യദാർഢ്യത്തിൽ പങ്കുചേരാം. ദേശീയ ഐക്യം ഊട്ടിയുറപ്പിക്കാനും വ്യാജവാർത്തകളെ പ്രതിരോധിക്കാനും പൗരന്മാരോടും താമസക്കാരോടും ബഹ്റിൻ അസോസിയേഷൻ ഫോർ റിലീജിയസ് കോ എക്സിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് ആഹ്വാനം ചെയ്തു. പ്രാദേശിക പ്രതിസന്ധികൾക്കിടയിൽ സ്വദേശി ജീവനക്കാർക്കും ബിസിനസ് മേഖലയ്ക്കും ആശ്വാസമാകുന്ന നിർണായക തീരുമാനങ്ങൾ ബഹ്റിൻ പാർലമെന്റ് പാസാക്കി. സ്വകാര്യ മേഖലയിലെ 1 ലക്ഷത്തിലധികം സ്വദേശി ജീവനക്കാർക്ക് ഏപ്രിൽ മാസത്തെ ശമ്പളം നൽകാൻ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ഫണ്ടിലെ മിച്ചം ഉപയോഗിക്കാൻ സഭ അനുമതി നൽകി. കമ്പനികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഒഴിവാക്കാനും ഈ നീക്കം സഹായിക്കും. പൗരന്മാരുടെ ബാങ്ക് വായ്പ ഗഡുക്കൾ തിരിച്ചടയ്ക്കുന്നതിന് അധിക പലിശയോ ഫീസോ ഇല്ലാതെ സാവകാശം നൽകാനുള്ള അടിയന്തര പ്രമേയവും പാർലമെന്റ് അംഗീകരിച്ചു. നിലവിലെ സാമ്പത്തിക മന്ദതയിൽ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് ഈ നടപടി. കൂടാതെ തൊഴിലില്ലായ്മ നിരക്കിലെ മാറ്റങ്ങൾ വിപണിയുടെ ചലനാത്മകത മൂലമാണെന്ന് തൊഴിൽ മന്ത്രി യൂസഫ് ഖലഫ് സഭയെ അറിയിച്ചു. സർക്കാർ വകുപ്പുകൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും പരാതികൾ തീർപ്പാക്കാനുമുള്ള പുതിയ സംവിധാനത്തിനും പാർലമെന്റ് പച്ചക്കൊടി കാട്ടി. ഇറാനുമായുള്ള നയതന്ത്ര സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റിൻ പാർലമെന്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ഇറാനിയൻ ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക, വാണിജ്യ ഇടപാടുകൾ നിർത്തലാക്കുക, വിമാനക്കപ്പൽ ഗതാഗതം റദ്ദാക്കുക എന്നിവയാണ് MP മുഹമ്മദ് അൽ ഒലൈവിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ടുവച്ച പ്രധാന ആവശ്യങ്ങൾ. ബഹ്റിനും മറ്റ് അയൽരാജ്യങ്ങൾക്കും നേരെ ഇറാൻ നടത്തുന്ന ശത്രുതാപരമായ നീക്കങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ വിപണിയിലുള്ള ഇറാനിയൻ ഉൽപ്പന്നങ്ങൾ മാറ്റാൻ സ്വകാര്യ കമ്പനികൾക്ക് സാവകാശം നൽകണമെന്നും MP-മാർ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന 2 നിയമ ഭേദഗതികൾ ബഹ്റിൻ പാർലമെന്റ് പാസാക്കി. പുതിയ ഭേദഗതി നിർദ്ദേശപ്രകാരം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി അവരുടെ താമസരേഖയുമായി ബന്ധിപ്പിക്കും. കൂടാതെ ലൈസൻസ് അനുവദിക്കുന്നതിന് വരുമാനമോ തൊഴിലോ അടിസ്ഥാനമാക്കി പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്താൻ എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് അധികാരം നൽകുകയും ചെയ്യും. റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ ഇത്തരം നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണെന്ന് MP-മാർ വാദിച്ചു. എന്നാൽ നിലവിലെ നിയമം തന്നെ മതിയായതാണെന്നും പുതിയ മാറ്റങ്ങൾ ഭരണപരമായ സങ്കീർണതകൾ ഉണ്ടാക്കുമെന്നുമാണ് സർക്കാർ നിലപാട്. പാർലമെന്റ് അംഗീകരിച്ച ഭേദഗതികൾ അടുത്ത നിയമനിർമ്മാണ ഘട്ടങ്ങളിലേക്ക് കൈമാറി. നമ്മുടെ ഊർജം നമ്മുടെ ഗ്രഹം എന്ന പ്രമേയത്തിൽ ലോക ഭൂമി ദിനം ആചരിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ മാതൃകാപരമായ നേട്ടങ്ങളുമായി ബഹ്റൈൻ 2035ഓടെ 36 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ 67% ഇതിനകം പൂർത്തിയാക്കിയതായി കൃഷിമന്ത്രി എഞ്ചിനീയർ വയൽ ബിൻ നാസർ അൽ മുബാറക് അറിയിച്ചു. കടൽത്തീര സംരക്ഷണത്തിനായുള്ള ബഹ്റിൻ മാൻഗ്രോവ്സ് പദ്ധതി വഴി ലക്ഷ്യമിട്ടതിനേക്കാൾ 138% കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കാൻ രാജ്യത്തിന് സാധിച്ചു. സർക്കാർ പദ്ധതികൾക്ക് പുറമെ വിവിധ ബീച്ചുകൾ കേന്ദ്രീകരിച്ച് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിലും ബോധവൽക്കരണ പരിപാടികളിലും പ്രവാസി സമൂഹമടക്കമുള്ള പൊതുജനങ്ങൾ സജീവമായി പങ്കുചേർന്നു. രാജ്യത്തെ സന്നദ്ധ സേവന രംഗത്ത് സജീവമായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നിയമനങ്ങളിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് ബഹ്റിൻ MP-മാർ നിർദ്ദേശം സമർപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് ഔദ്യോഗിക അംഗീകാര പത്രങ്ങൾ നൽകാനും സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഇവർക്ക് മുൻഗണന ഉറപ്പാക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ദേശീയ വോളണ്ടിയർ പ്ലാറ്റ്ഫോമിലെ പ്രവർത്തന മികവ് വിലയിരുത്തി നിയമനങ്ങളിൽ പരിഗണന നൽകുന്നത് യുവജനങ്ങൾക്ക് പ്രോത്സാഹനമാകുമെന്ന് 5 MP-മാർ ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. സന്നദ്ധ സേവനത്തിൽ ിലൂടെ ആർജിക്കുന്ന പ്രായോഗിക വൈദഗ്ധ്യം തൊഴിൽ മേഖലയിൽ ഇവർക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് സഭ വിലയിരുത്തി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന പൗരന്മാരെ ഫോണിൽ വിളിച്ച് പണം തട്ടാൻ ശ്രമിക്കുന്ന സംഘങ്ങൾക്കെതിരെ ബഹ്റിനിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. ഔദ്യോഗിക നമ്പറെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഫോൺ നമ്പറിൽ മാറ്റം വരുത്തിയാണ് തട്ടിപ്പുകാർ വിളിക്കുന്നത്. പാസ്പോർട്ട് വിസ രേഖകളിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് ഇവരുടെ രീതി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഫോണിലൂടെ വ്യക്തിഗത വിവരങ്ങളോ പണമോ ആവശ്യപ്പെടാറില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ബാങ്ക് വിവരങ്ങളോ പണമോ കൈമാറരുതെന്നും തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ
well2.bahrain@me.gov.in എന്ന ഇമെയിലിലോ പോലീസിലോ വിവരം അറിയിക്കണമെന്നും എംബസി അറിയിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. പ്രവാസി മലയാളികളുടെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ദേവ്ജി BKS GCC കലോത്സവം 2026 ബഹ്റിൻ കേരളീയ സമാജത്തിൽ വർണ്ണാഭമായ തുടക്കം. ദേവ്ജി ഗ്രൂപ്പ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് ഭാരത്ജി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കൽ സ്വാഗതം ആശംസിച്ചു. GCCയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കലാപ്രതിഭകളാണ് വരും ദിവസങ്ങളിൽ സമാജം ഹാളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ടിക്ടോക്ക് വഴി സൗഹൃദം നടിച്ച് ബഹ്റിൻ യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ ഈജിപ്ഷ്യൻ സ്വദേശിയുടെ അപ്പീൽ മെയ് 18 വിധി പറയാനായി മാറ്റി. യുവതിയിൽ നിന്ന് വാങ്ങിയ 750 ദിനാർ തിരികെ ചോദിച്ചതിനെ തുടർന്നാണ് ആക്രമണമുണ്ടായത്. പണം വാങ്ങിയതിന്റെ ശബ്ദരേഖ കൈക്കലാക്കാൻ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതിക്ക് നേരെ 1 വർഷം തടവും നാടുകടത്തലുമാണ് കോടതി വിധിച്ചിരുന്നത്. ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഹൈക്രിമിനൽ അപ്പീൽ കോടതി വിധി പ്രസ്താവിക്കുക. പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ വിദേശത്തു നിന്ന് എത്തിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിച്ച ഏഷ്യൻ വംശജയെ ബഹ്റിൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹ്യൂമൻ ട്രാഫിക്കിംഗ് വിരുദ്ധ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പെൺകുട്ടിയെ വിവിധ ചൂഷണങ്ങൾക്ക് ഇരയാക്കിയ പ്രതിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. പൊതുനിരത്തിൽ വെച്ച് ഭാര്യയെ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച 40-കാരൻ്റെ കേസ് ഏപ്രിൽ 26 കോടതി മാറ്റി. യുവതിയുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ച പ്രതി വധശ്രമ കുറ്റം നിഷേധിച്ചു. എന്നാൽ ആസൂത്രിതമായി നെഞ്ചിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തൽ. നാട്ടുകാർ ഇടപെട്ടാണ് പ്രതിയെ തടഞ്ഞതും യുവതിയെ രക്ഷിച്ചതും. ശസ്ത്രക്രിയയ്ക്കും ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്കും ശേഷമാണ് യുവതി അപകടനില തരണം ചെയ്തത്. പ്രതിഭാഗം വക്കീലിന് കേസ് ഫയലുകൾ പഠിക്കാൻ സമയം അനുവദിച്ചുകൊണ്ടാണ് കോടതി നടപടികൾ നീട്ടിയത്. ജയിലിൽ കഴിയുന്ന ഉപഭോക്താവിന് മയക്കുമരുന്ന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് സന്ദേശം അയച്ച ഡ്രഗ് ഡീലറെ ബഹ്റിൻ പോലീസ് പിടികൂടി. മുൻപ് നിയമോപദേശകനായി ജോലി ചെയ്തിരുന്ന 34 വയസ്സുകാരനായ ഈജിപ്ഷ്യൻ സ്വദേശിക്ക് കോടതി 10 വർഷം തടവും 5000 ദിനാർ പിഴയും വിധിച്ചു. തടവുകാരൻ്റെ സഹായത്തോടെ പോലീസ് ഒരുക്കിയ കെണിയിൽ വീണ പ്രതിയിൽ നിന്ന് 236 ഗ്രാം ഹാഷിഷ് കണ്ടെടുത്തു. കേസിൽ ഇയാളുടെ പക്കൽ നിന്ന് സ്ഥിരമായി ലഹരിമരുന്ന് വാങ്ങിയിരുന്ന മറ്റൊരു ഈജിപ്ഷ്യൻ സ്വദേശിക്ക് 1 വർഷം തടവും വിധിച്ചു. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇരുവരെയും നാടുകടത്തും. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.